കണ്ണൂർ മുളിയാത്തോട് RSS പ്രവർത്തകന് നേരെ CPM പ്രവർത്തകന്റെ വധഭീഷണി. പാനൂർ ബോംബ് സ്ഫോടന കേസിലെ മുഖ്യപ്രതി വിനീഷിന്റെ കൂട്ടാളിയാണ് വധഭീഷണി മുഴക്കിയത്. മുളിയാത്തോട് സായന്തിന് നേരെയാണ് വധഭീഷണി. വിവരങ്ങളുമായി KJ ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ ഒരു ഭാഗത്ത് BJP പ്രവർത്തകർക്ക് നേരെ അല്ലെങ്കിൽ RSS പ്രവർത്തകർക്ക് നേരെ CPMന്റെ കടുത്ത ആക്രമണം ഉണ്ടാവുകയാണ്. പല രീതിയിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഒരു BJP പ്രവർത്തകന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. മറ്റ് BJP പ്രവർത്തകരെ ആക്രമിക്കാൻ ശ്രമിക്കുകയുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു വധഭീഷണിയും കൂടെ ഉണ്ടായിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കണ്ണൂർ മുളിയാത്തോടാണ് RSS പ്രവർത്തകന് നേരെ വധഭീഷണി ഉണ്ടായിരിക്കുന്നത്. CPM പ്രവർത്തകനാണ് ഇത്തരത്തിൽ വധഭീഷണി മുഴക്കിയിരിക്കുന്നത്. മുളിയാത്തോട് സിയാന്തിന് നേരെയാണ് വധഭീഷണി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പാനൂർ ബോംബ് സ്ഫോടനത്തിലെ മുഖ്യപ്രതി വിനീഷിന്റെ കൂട്ടാളി ശ്രീജിലാണ് വധഭീഷണി മുഴക്കിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൊളവല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. IPC 341, 294, 506 എന്നീ വകുപ്പ് പ്രകാരമാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ ഏപ്രിൽ 5-ാം തീയതിയായിരുന്നു ഈ പാനൂരിൽ ബോംബ് സ്ഫോടനം നടക്കുന്നത്. ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടിത്തെറിച്ച് ഷിറിൽ എന്ന ഒരു യുവാവും അതോടൊപ്പം തന്നെ ഇതിന്റെ മുഖ്യപ്രതിയായ വിനീഷും ഉൾപ്പെടെയുള്ളവർ ഗുരുതരമായി പരിക്കേറ്റു. അതിനുശേഷം ഈ പ്രദേശങ്ങളിൽ വളരെ ജാഗ്രതയോടെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു സംഘർഷ സാധ്യത ഉണ്ടാകുന്ന തരത്തിലേക്ക് RSS പ്രവർത്തകന് നേരെ ഇത്തരത്തിൽ വധഭീഷണി ഉണ്ടായിരിക്കുന്നത്. ശ്രീജിത്ത്, പാനൂർ ബോംബ് സ്ഫോടന കേസിലെ മുഖ്യപ്രതി വിനീഷിന്റെ കൂട്ടാളിയാണ് ഇത്തരത്തിലൊരു വധഭീഷണി മുഴക്കിയിരിക്കുന്നത്. പാനൂർ ബോംബ് സ്ഫോടന കേസ് നമുക്കറിയാം വളരെ വിവാദമായ അല്ലെങ്കിൽ ഗൗരവമേറിയ ഒരു കേസ് തന്നെയായിരുന്നു. ഇത് സൗകര്യപൂർവ്വം മറച്ചു വെച്ചുകൊണ്ട് തന്നെ CPM ലോക്സഭാ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള പ്രചരണ പരിപാടികളെല്ലാം പൊടിപൊടിക്കുന്ന സമയത്തും പാനൂർ ബോംബ് സ്ഫോടന കേസ് ഒരു കറുത്ത കൈയായി തന്നെ നിൽക്കുന്നു, അല്ലെങ്കിൽ CPMന്റെ ഒരു കറുത്ത കൈയായി തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി അരങ്ങേറിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും CPM ഗുണ്ടായിസം മുറുകുന്നു എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയേണ്ടതല്ലേ? ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഏപ്രിൽ 5-ാം തീയതിയായിരുന്നു ഇത്തരത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനം ഉണ്ടാകുന്നത്. അതിൽ CPMന്റെ പ്രാദേശിക നേതാക്കളും അതോടൊപ്പം തന്നെ DYFIയുടെ നേതാക്കളും ഉൾപ്പെടെ പ്രതിയായിരുന്നു. പക്ഷെ ഇതിന്റെ തുടക്കത്തിൽ പാർട്ടി ഈ പ്രവർത്തകർക്ക് CPMമായി ബന്ധമില്ലെന്നും DYFIയുമായി ബന്ധമില്ലെന്നും ആരോപിച്ചിരുന്നു. പക്ഷേ പിന്നീട് നിരന്തരം അത്തരം ഈ പ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPMന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതോടൊപ്പം തന്നെ ഈ മരണപ്പെട്ട ഷിറിൽ പാർട്ടിയുമായി ബന്ധമില്ലെന്ന് ആദ്യം പിന്നീട് സൂചിപ്പിച്ചിരുന്നു. പിന്നീട് രക്തസാക്ഷിയായി പരിവേഷം നൽകുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ ഉൾപ്പെടെ അവിടുത്തെ പ്രാദേശിക നേതാക്കൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ആ പ്രദേശത്ത് എന്തായാലും ഈ ബോംബ് നിർമ്മാണം മറ്റ് പാർട്ടി പ്രവർത്തകരെ ആക്രമിക്കാനും അതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അട്ടിമറിക്കാനുമാണെന്ന് ആദ്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായി തന്നെയാണ് നിലവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഈ വിനീഷിന്റെ കൂട്ടാളി തന്നെ ഇത്തരത്തിൽ ഒരു സംഘർഷത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഉണ്ടാക്കുന്നു. RSSന്റെ പ്രവർത്തകന് നേരെ തടഞ്ഞു നിർത്തി ഇത്തരം വധഭീഷണി മുഴക്കുന്നു. ആ പ്രവർത്തകനെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു. അതിനാൽ തന്നെ വളരെ ആശങ്കയോടെയാണ് മറ്റു പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളും മുന്നോട്ട് പോകുന്നത്. കാരണം ഇതിനുമായി ബന്ധപ്പെട്ട് മുൻപ് അവിടെ ബോംബ് നിർമ്മിക്കുന്നു, ബോംബ് സ്ഫോടനം നടക്കുന്നു. അന്ന് തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു. സമീപത്തെ BJPയും അതോടൊപ്പം തന്നെ RSS പ്രവർത്തകരെ ആക്രമിക്കാനാണ് ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം എന്ന് ഉൾപ്പെടെയുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. അത്തരമൊരു സാഹചര്യത്തിൽ ഈ ഭീഷണിയെ പോലീസും വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. ശരി, കണ്ണൂരിൽ നിന്ന് KJ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.